പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ഇതാ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി വാർ മെമ്മോറിയലിൽ നിന്ന് നേരെ ചെങ്കോട്ടയിലേക്ക് പോകും. ചെങ്കോട്ടയിലേക്ക് എത്തി വന്ദേമാതരം ആലപിച്ച് ഇന്നത്തെ സ്വാതന്ത്ര്യദിനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സ്വാതന്ത്ര്യദിനത്തിന് ചെങ്കോട്ടയിൽ പതാക ഉയർത്തുമ്പോൾ ദേശീയ ഗീതമായ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കും. ദേശീയ ഗീതത്തിന് 180-ാം വാർഷികവും ഒപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 80-ാം വാർഷികവും ഒരുമിച്ച് ആഘോഷിക്കുന്ന ദിവസമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാജ്ഘട്ടിലേക്കുള്ള വരവാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിലേക്ക് വരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരിക്കും പ്രധാനമന്ത്രി നേരെ ചെങ്കോട്ടയിലേക്ക് പോവുക. ചെങ്കോട്ടയിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് അവിടെ സ്വീകരണമൊരുക്കും. NCC കേഡറ്റുകളും ഒപ്പം പ്രതിരോധ വകുപ്പ് മന്ത്രിയും ഒക്കെ സ്വീകരണമൊരുക്കും. നേരെ ചെങ്കോട്ടയിലേക്ക് പോയി പതാക ഉയർത്തുമ്പോൾ നാം ആദ്യം കേൾക്കുന്നത് ഇക്കുറി ദേശീയ ഗീതമായ വന്ദേമാതരമായിരിക്കും. വന്ദേമാതരം ആലപിക്കുന്നതിനെ ചൊല്ലി രാജ്യത്ത് പലയിടങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്നത് പ്രേക്ഷകർക്കറിയാം. തമിഴ്നാട്ടിൽ ആദ്യം പാടാൻ പോകുന്നത് വന്ദേമാതരമല്ല എന്നത് നമുക്കറിയാം. കേരളത്തിൽ വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിക്കില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നയം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്ഘട്ടിലെ തത്സമയ ദൃശ്യങ്ങളാണ്. 80-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക് രാജ്യം ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു. രാജ്യത്ത് വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കൊപ്പം നോബൽ മാരിക്കാരൻ ചേരുന്നുണ്ട് തത്സമയം. നോബൽ മാരിക്കാരൻ, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നോബൽ. അരുൺ, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അങ്ങനെ പ്രധാനമന്ത്രി രാജ്ഘട്ടിലേക്ക് എത്തുകയാണ്. പതിവ് പോലെ ടർബനൊക്കെ ധരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിലേക്ക് എത്തുന്നത്. എങ്ങനെയാണെന്ന് ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? ഇന്നത്തെ സ്വാതന്ത്ര്യദിനത്തിന് ഒരു സവിശേഷമായ പ്രാധാന്യമുണ്ട്. അത് ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 180-ാം വാർഷിക ദിനം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ദേശീയ ഗീത ആലാപനമായിരിക്കും ചെങ്കോട്ടയിലെ പ്രധാന ആകർഷണീയമായ ഇനം. പ്രധാനമന്ത്രിയുടെ പ്രസംഗം കൂടാതെ ഇനിയിപ്പോൾ രാജ്ഘട്ടിൽ നിന്ന് പ്രധാനമന്ത്രി എങ്ങോട്ടാണ് പോവുക? അരുൺ, രാജ്യം 80-ാമത് സ്വാതന്ത്ര്യം ആചരിക്കുകയാണ്. സീതാറാം സീതാറാം ഭജ പ്യാരെ തൂ സീതാറാം 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 ഭജ പ്യാരെ തൂ. As Prime Minister walks around Bapu's Samadhi, it is more than a gesture of remembrance. सबको सन्मति दे भगवान, ईश्वर अल्लाह तेरे नाम, सबको सन्मति दे भगवान, रघुपति राघव. The Prime Minister, on behalf of the entire nation, took a pledge to walk the path Bapu showed us, to uphold the truth Bapu lived by, to carry forward the peace Bapu believed വളരെ in, സവിശേഷമായ and to build the India. ഒരു ഘട്ടത്തിൽ ഇന്ത്യ എത്തി നിൽക്കുന്നു. 80-ാം സ്വാതന്ത്ര്യദിന നിറവിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ന് രാജ്യത്തെ വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്? But Mahatma Gandhi's message continues to guide us. അരുൺ, 80-ാമത് സ്വാതന്ത്ര്യാഘോഷങ്ങൾ ഇപ്പോൾ ഏറെക്കുറെ ആരംഭിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി രാജ്ഘട്ടിൽ എത്തി പുഷ്പാർച്ചന നടത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് പ്രധാനമായും തുടക്കം ആയിരിക്കുന്നത്. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി നേരെ പോകുന്നത് ചെങ്കോട്ടയിലേക്കാണ്. അവിടെ അദ്ദേഹത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള ആളുകൾ സ്വീകരിക്കും. പിന്നീട് ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. അതിനു മുൻപായി തന്നെ ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വന്ദേമാതരം പ്രധാനമായി മുഖ്യ പ്രമേയമായി തന്നെ എത്തുന്നൊരു സ്വാതന്ത്ര്യമാണ് എന്താണ്. വന്ദേമാതരത്തിൽ 180-ാം വാർഷികവുമായി ബന്ധപ്പെട്ടുമാണ് ഇത്തവണ വന്ദേമാതരം മുഖ്യമായി തന്നെ എടുക്കുന്ന തീരുമാനം എടുത്തിരിക്കുന്നു. ഒപ്പം യുവശക്തിയും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് എടുത്തു പറയേണ്ടതാണ്. എന്താണെങ്കിലും വന്ദേമാതരം ചെങ്കോട്ടയിൽ ആദ്യമായി ആലപിക്കാൻ പോവുകയാണ്. ഇന്നിപ്പോൾ ദേശീയ പതാക ഉയർത്തുന്നതിന് മുൻപ് വന്ദേമാതരം ആലപിച്ച ശേഷമായിരിക്കും ദേശീയ പതാക ഉയർത്തുക. പ്രധാനമന്ത്രിക്ക് അവിടെ വലിയ സ്വീകരണം അടക്കം ഉണ്ടാകും. അതിന് പിന്നാലെ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാജ്യത്ത് ജൻസി പ്രക്ഷോഭങ്ങളൊക്കെ ശക്തമായി നിൽക്കുന്ന ഒരു സമയമാണ്. ജൻസി പ്രക്ഷോഭം അല്പം കേന്ദ്ര സർക്കാരിൻ്റെ ശോഭ അടക്കം കെടുത്തിയ സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ യുവാക്കളെ കൂടുതൽ കയ്യിലെടുക്കുന്നതിനുള്ള നടപടികളും അതുമായി ബന്ധപ്പെട്ട
പ്രസംഗങ്ങളും വാക്കുകളൊക്കെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയും. ദില്ലിയിൽ ഇന്നിപ്പോൾ അതീവ സുരക്ഷയിലാണ് ദില്ലി അടക്കമുള്ളത്. കാരണം ചെങ്കോട്ട നമുക്കറിയാം, ചെങ്കോട്ടയിൽ ഭീകര ആക്രമണം നടന്ന ശേഷം നടക്കുന്ന ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത വേണം എന്ന നിർദ്ദേശം എല്ലായിടങ്ങളിലും നൽകിയിരിക്കുന്നു. നേരത്തെ ചെങ്കോട്ടയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചെങ്കോട്ട മാത്രമല്ല ദില്ലിയിലെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന ഇടങ്ങളിലൊക്കെ അതീവ സുരക്ഷ, ഒപ്പം ജമ്മു കാശ്മീർ അടക്കമുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ അതീവ സുരക്ഷ, സംസ്ഥാന തലസ്ഥാനങ്ങളിലൊക്കെ അതീവ ജാഗ്രതയും സുരക്ഷയും വേണമെന്ന് നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. ദില്ലിയിലേക്കാണെങ്കിൽ പോലും ഇന്നലെയൊക്കെ ബോംബ് ഭീഷണി അടക്കം എത്തുകയും ചെയ്തിരുന്നു. ദില്ലിയിൽ ഇപ്പോൾ ചെങ്കോട്ടയിലാണ് പ്രധാന ആഘോഷങ്ങളൊക്കെ നടക്കുന്നതെങ്കിൽ പോലും പാർലമെന്റ് പരിസരം അടക്കമുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളൊക്കെ ഇതുപോലത്തെ സെൽഫി പോയിന്റുകളൊക്കെ എന്താണെങ്കിലും ക്രമീകരിച്ചിട്ടുണ്ട്. ആളുകൾക്ക് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന് സെൽഫി എടുക്കാനുള്ള അവസരമൊക്കെ ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ വരുന്നതിനൊക്കെ ചില റെസ്ട്രിക്ഷൻസ്, ചില നിയന്ത്രണങ്ങൾ ഇന്നിപ്പോൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ഇവിടെ അങ്ങനെ എത്തിയിട്ടില്ല എന്ന് എടുത്തു പറഞ്ഞു. എന്താണെങ്കിലും വലിയ പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യാഘോഷത്തിൽ കൂടിയാണ് രാജ്യം കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഇപ്പോൾ 5000 ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകരെ കാണിക്കുന്നത്. ചെങ്കോട്ടയിലെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിക്കാം ഒരു നിമിഷം നോബൽ. ചെങ്കോട്ടയിൽ ഇപ്പോൾ ക്ഷണിക്കപ്പെട്ട 5000-ഓളം അതിഥികളാണ് ഉള്ളത്. അമിത്ഷായ്ക്ക് നേരത്തെ തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചെങ്കോട്ടയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ചെങ്കോട്ട ത്രിവർണ്ണ ശോഭയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. 5000-ഓളം പേരുണ്ട്. ഇന്ന് ഈ പ്രത്യേക ദിവസത്തിന്റെ പ്രത്യേകിച്ച് 180-ാം വാർഷിക ദിനം കൂടിയാണ് ദേശീയ ഗീതത്തിന്. രാജ്ഘട്ടിൽ നിന്ന് നേരെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിലേക്കാണ് എത്തുന്നത് എന്ന് തോന്നുന്നു. ചെങ്കോട്ടയിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. അവിടെ ഗാർഡ് ഓഫ് ഓണർ നൽകാൻ സേന തയ്യാറാണ്. അജിത് ഡോവൽ ദേശീയ ഉപദേഷ്ടാവിനെ പ്രേക്ഷകർക്ക് കാണാം. ഒപ്പം തന്നെ വന്ദേമാതരത്തിന്റെ പ്രത്യേക ഒരു വന്ദേമാതരത്തിന്റെ ഒരു മാതൃക അവിടെയുള്ള കേഡറ്റുകൾ തീർത്തിട്ടുണ്ട്. നാവികസേന ഉദ്യോഗസ്ഥര്, ഒപ്പം തന്നെ എയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥര്, കരസേന ഉദ്യോഗസ്ഥർ, ഇവരെല്ലാവരും അടങ്ങുന്ന സംഘം ഇപ്പോൾ ചെങ്കോട്ടയുടെ മുന്നിലുണ്ട്. അവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. പ്രധാനമന്ത്രി രാജ്ഘട്ടിൽ നിന്ന് നേരെ വന്നിറങ്ങുന്നത് ചെങ്കോട്ടയിലേക്കാണ്. അവിടെ സ്വീകരിക്കുന്നത് രാജ്നാഥ് സിംഗ് ആണ്, പ്രതിരോധ വകുപ്പ് മന്ത്രി. അതിനുശേഷം ഗാർഡ് ഓഫ് ഓണർ നൽകിയതിനു ശേഷം ചെങ്കോട്ടയിലേക്ക് കൊണ്ടുപോകും. അവിടെ ഹെലികോപ്റ്ററുകൾ വന്ന് പുഷ്പവൃഷ്ടി നടത്തും. ചെങ്കോട്ടയിൽ അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുക. പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയ്ക്ക് വേണ്ടി നമ്മൾ കാതോർത്തിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാ പ്രതിരോധ സേനാ വിഭാഗങ്ങളുടെയും തലവന്മാർ ചെങ്കോട്ടയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിന്റെ 180-ാം വാർഷികം കൂടിയാണ്. അതുകൊണ്ട് ആദ്യം ആലപിക്കുക വന്ദേമാതരമായിരിക്കും. വന്ദേമാതരം പൂർണ്ണ തോതിലായിരിക്കും കേന്ദ്രം ആലപിക്കുക. എന്നാൽ വന്ദേമാതരം ആലപിക്കുന്നതിനെ ചൊല്ലി സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. തമിഴ് പാട്ടായിരിക്കും ആദ്യം തമിഴ്നാട്ടിൽ ആലപിക്കുക. അതിനുശേഷമായിരിക്കും വന്ദേമാതരം. കേരളത്തിൽ വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിക്കുമോ എന്നുള്ളതിലാണ് ആകാംക്ഷ. BJP ഇതിനകം തന്നെ ഒരു താക്കീത് നൽകിക്കഴിഞ്ഞു. വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചില്ലെങ്കിൽ ഔദ്യോഗിക പരിപാടിയിൽ അതിനുള്ള ചില തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് BJP പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പ് മന്ത്രി കാത്തിരിക്കുന്നത് കാണാം. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 5000-ഓളം പേർ ചെങ്കോട്ടയിൽ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ പങ്കാളികളാകാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യ ദിനത്തിൽ നിൽക്കുമ്പോൾ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. നമ്മുടെ രാജ്യം എത്രയോ ത്യാഗസന്നദ്ധരായ മനുഷ്യരുടെ ജീവൻ ബലിയർപ്പിച്ച് നേടിയ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾക്ക് ഒരുമിച്ച് ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കാം.